ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നൈറ്റ് രണ്ട് ഉണ്ണികളും നല്ല വാശിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും ഉറങ്ങിയിരുന്നില്ല. അപ്പോൾ രാവിലെ ഞാൻ നേരത്തെ എണീറ്റിട്ട് ആമിക്ക് ഫീഡ് ചെയ്തു, അവളെ ഉറക്കി കിടത്തി. പിന്നെ കൊച്ചുവിന് ഫീഡ് ചെയ്തിട്ട് അവനെ ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ റൂമിന് പുറത്ത് വരുന്നത്. രാത്രിയിലത്തെ കൊച്ചുവിൻ്റെയും ആമിയുടെയും ബഹളം കാരണം ഉണ്ണി തീരെ ഉറങ്ങിയില്ല. അത് മാത്രമല്ല, രാവിലെ ഒരു 6 മണിയാകുമ്പോഴേക്കും അവൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അമ്മ അവന് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഹോളിൽ സോഫയിലിരുത്തി ടീ വെച്ച് കൊടുത്തു കൊടുക്കുകയാണ്. ഞാനപ്പോൾ ഇനി ഉറങ്ങണ്ട, ഉണ്ണിയുടെ കൂടെ കുറച്ച് നേരം ഇരിക്കുക, കാരണം അവൻ ഒറ്റയ്ക്കല്ലേ, അമ്മ പണിയിലല്ലേ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ എണീറ്റ് വന്ന് അവൻ്റെ അടുത്തിരിക്കണത്. ഞാനിപ്പോഴായി പിന്നെ വയറൊന്നും അങ്ങനെ കെട്ടി വെക്കാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വയറധികം ഉള്ളിലേക്ക് പോയിട്ടുമില്ല. വേറെ ഒന്നുമില്ല, നല്ല മടിയായിട്ടാണ്. മടി മാത്രമല്ല, പിന്നെ തീരെ സമയം കിട്ടാത്ത പോലെ, ഈ നേരം ഉണ്ണികളെ കൂടെ തന്നെ ഇരിക്കണോണ്ട് ഇതിനൊന്നും ഇത്തിരി ടൈം കിട്ടാത്ത പോലെ തോന്നുന്നു. ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് വയറ് നന്നായി കെട്ടി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വയറ് നന്നായിട്ട് ഉള്ളിലേക്ക് പോയിരുന്നു, ക്ലിയറായി പോയിരുന്നു. പക്ഷെ ഇത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒട്ടും പോയിട്ടു. 40 കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ബെൽറ്റ് തരാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഉണ്ണിയുടെ കൂടെ ഇരുന്നു. അവൻ ഫുൾ കോൺസെൻട്രേഷൻ ടി വിയിൽ കേട്ടോ. എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റുന്നില്ല, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല ഉറക്കം വന്നിട്ട്. ഞാൻ എന്തായാലും അവൻ്റെ കൂടെ ഇരിക്കുക, അമ്മയ്ക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങാൻ തുടങ്ങി. അതോടെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഒരു 7:30 ആകുമ്പോൾ എനിക്കാന്ന് കരുതിയിട്ട് ഞാൻ പോയി കിടന്നു. പക്ഷേ പിന്നെ ഞാൻ എണീറ്റ് വരുന്നത് ഒരു 9 മണി സമയത്താണ്. നമ്മളിപ്പോൾ നൈറ്റ് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്ത് എൻഗേജ് ആയിരിക്കാൻ വെച്ചാൽ കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ ബെഡിൽ തന്നെ കിടന്നുകൊണ്ടും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണത്. അതും 1-2 ദിവസമല്ല, ഇപ്പോൾ ഒരു 1.5 മാസമായിട്ട് സെയിം അവസ്ഥ എന്ന് പറയുന്നത്. മെൻ്റലി നമുക്ക് തീരെ ഭയങ്കര ക്ഷീണവും അങ്ങനത്തെ ഒരു അവസ്ഥയാവും. അങ്ങനെ പിന്നെ ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും ഉണ്ണിയുടെ കുളിയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അവൻ ഉറങ്ങാൻ പോയി. പിന്നെ ഇന്ന് നമ്മുടെ 4ാമത്തെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് നമുക്ക് ഉലുവച്ചോറെന്ന് വിളിക്കാം. അതിന് എന്താ കൃത്യം പേരെന്ന് എനിക്കറിയില്ല. ഇത് കഴിച്ച തടി കൂടുന്നുള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാനിത് കഴിച്ചിട്ടില്ല. ഇത് ശരിക്കും എന്തിനാണ് കഴിക്കണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ തണ്ടലിനൊക്കെ ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉലുവ കഴിക്കുന്നത്. ഉലുവ ഒരു 250 ഗ്രാമാണ് നമ്മൾ എടുത്തിരുന്നത്. ഉലുവ, നാളികേരപ്പാൽ, ശർക്കര, അതാണ് ഇതിന്റെ മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്നത്. 1-ാം പാൽ എടുത്തിട്ട് മാറ്റി വെക്കും. 2-ാം പാലിലാണ് നമ്മൾ ഉലുവ വെവിക്കുന്നത്. നമ്മളത് വെവിച്ചുടക്കില്ല കേട്ടോ, കാരണം വെവിച്ചുടച്ചു കഴിഞ്ഞാൽ ഭയങ്കര കയ്പായിരിക്കും ഇതിന്. അപ്പോൾ അതായത് ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറയണത് എൻ്റെ ജോലി പോകുന്നതിനെ പറ്റി ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാനൊരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ആളോട് ജോലി ചോദിച്ചിരുന്നു. റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, വീണ്ടും ചെയ്ത് തുടങ്ങാൻ വേണ്ടി ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇപ്പോൾ 2 വീക്സ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. കാരണം C-സെക്ഷൻ കഴിഞ്ഞിരിക്കില്ലേ. സോ ഞാൻ റെസ്റ്റ് എടുത്തു. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ലാപ്ടോപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഓക്കെ ആണെങ്കിലും നോർമലാണ്. പക്ഷേ എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. പാസ്വേഡ്സിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു ഇത് ഉണ്ടായിരുന്നു. പാസ്വേഡ് ഞാൻ പിന്നെ മറന്നുപോയി, ഞാൻ എഴുതി വെച്ചത് കാണാനില്ല, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ റെസ്റ്റൊക്കെ എടുത്ത്, ആൾ പറഞ്ഞ പോലെ 2 വീക്സൊക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ ഒരു 2 വീക്സ് അല്ല 1 മന്ത് ഓൾമോസ്റ്റ് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജൂലൈ 1-ന് ഞാൻ ആളെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു ഒന്ന് വർക്കില്ല. സാറിനെ വിളിച്ചപ്പോൾ പറഞ്ഞു വർക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ജൂലൈ 2-ാണ് ഞാൻ വർക്കിന് വേണ്ടി സാർ ഇങ്ങോട്ട് വിളിച്ച് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാൻ വേണ്ടി ഞാൻ ഈവനിങ് ലാപ്പ് അപ്പോഴാണ് ഞാൻ ലാപ്പ് ഓൺ ചെയ്യണത്. പക്ഷെ ഞാൻ തലേന്ന്, അതായത് ജൂലൈ തൊട്ട് ഞാൻ ഏകദേശം ജോലിക്ക് കയറുന്ന എനിക്കൊരു ഏകദേശം ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ലാപ്ടോപ്പ് ചാർജിലിട്ടിട്ട് 2-ാണ് ഞാൻ പിന്നെ ചാർജിലിട്ട് ഞാൻ പിന്നെ അന്ന് ഓണൊന്നും ആക്കിയില്ല, ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കിയില്ല, ജസ്റ്റ് ചാർജിലിട്ടുള്ളൂ. 2 ഞാൻ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ ലാപ്ടോപ്പ് ഓൺ ആവണില്ല. അന്നാണ് മനസ്സിലായത് ലാപ്ടോപ്പിന് എന്തോ ഒരു തകരാറുണ്ടെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2-3 ഡേയ്സ് നമുക്കിങ്ങനെ ആരും, അതായത് എനിക്കിപ്പോൾ പോയി കൊണ്ടുകൊടുക്കാൻ പറ്റുന്ന സാഹചര്യമൊന്നുമില്ലല്ലോ, ആരും അത് ഷോപ്പിലൊന്നും കൊണ്ടുകൊടുക്കാണ്ട് അങ്ങനെ ഒരു 2 ഡേയ്സ് അങ്ങനെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടനും പോയിട്ട് ഒരു ഷോപ്പിൽ കൊടുത്തു. പിന്നെ ഷോപ്പിൽ നിന്ന് കിട്ടാനായിട്ട് ഒരു 4-5 ദിവസം എടുത്തു. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് ഇപ്പോൾ കറൻ്റ്ലി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് എൻ്റെ ഒരു മാനസികാവസ്ഥ, സ്ട്രെസ്സ്, മെൻ്റൽ ഹെൽത്ത്, അങ്ങനത്തെ സംഭവമൊക്കെയാണ് കറൻ്റ്ലി ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാപ്ടോപ്പ് കിട്ടിയപ്പോൾ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. കാരണം നമ്മൾ റെഡിയാക്കി വാങ്ങിയതാണല്ലോ, അപ്പോൾ സംഭവങ്ങളൊക്കെ റെഡി ആയിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നത്, ഞാൻ വിചാരിച്ചു ഡിസ്പ്ലേൻ്റെ പ്രശ്നമാണ്, കാരണം ഓൺ ചെയ്യുമ്പോൾ ഒന്നും വന്നിരുന്നില്ല. പക്ഷേ ഡിസ്പ്ലേൻ്റെ പ്രശ്നമായിരുന്നില്ല, ബോർഡിൻ്റെ പ്രശ്നമായിരുന്നു പറഞ്ഞത്. നമുക്ക് പറഞ്ഞ പോലെ 4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റെഡിയാക്കി കിട്ടി.
ഞാനൊക്കെ അപ്പോഴൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എൻ്റെ വർക്ക് എന്ന് പറയണത് ആ സാറിന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ആ സാറെ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ചെയ്യാനായിട്ട്. അപ്പോൾ വർക്ക് ഫ്രം ഹോമാണ്, അധികം ടൈമിൽ ഒരു 1 അവർ 1.5 മണിക്കൂറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. എനിക്ക് എന്തുകൊണ്ടും 3 ഉണ്ണികളെയും വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ആപ്റ്റായിട്ടുള്ള ജോലി വേറെ ഇല്ല. സ്വന്തമായിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആരും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്, എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ജോലി കൊണ്ട്. അപ്പോൾ അത് പോകുമെന്നുള്ള ടെൻഷൻ, അതായത് വീണ്ടും ഒരാളെ വീണ്ടും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ടി വരുമെന്നുള്ള ടെൻഷൻ. പിന്നെ എനിക്ക് ഓൾറെഡി ഒരു ഓവർ തിങ്കറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഞാൻ വിചാരിച്ചു ജോലി പോയി തന്നെ ഞാൻ വിചാരിച്ചത്. ഫസ്റ്റ് തന്നെ ലാപ്ടോപ്പ് കേടായപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു ജോലി പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ലാപ്ടോപ്പ് റെഡിയാക്കി കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ സാറിനെ വിളിച്ചു ജോലിക്ക് വേണ്ടി വീണ്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനിങ്ങനെ ജോലി പോയി, ലാപ്ടോപ്പ് കേടായി എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സാറിനെ വിളിച്ച് സംസാരിച്ചു. അത് ലാപ്ടോപ്പ് കിട്ടിയിട്ട് ഞാൻ ഇന്ന് വർക്കിന് കയറിയിട്ടുണ്ട്. കാരണം ഡെയിലി വർക്കുണ്ട്, കൺസ്ട്രക്ഷൻ കമ്പനി ആണല്ലോ. അപ്പോൾ അക്കൗണ്ടിങ്ങും കാര്യങ്ങളും ഡെയിലി സെറ്റിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു ആൾ നാട്ടിലില്ല, വേറൊരു സ്ഥലത്താണ്, അവിടെ ഒരു ഗ്രാമമാണ്, വില്ലേജാണ്. സോ ആൾ അവിടെ നിന്ന് തിരിച്ച് നോർമലായിട്ട് പ്ലേസിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ജോലി റീസ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്. സോ അപ്പോൾ എനിക്കെന്താ ഫീൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരുപാട് ഈ ജോലിയുടെ പേര് പറഞ്ഞിട്ട് ഞാൻ മെൻ്റലി ആകെ ഒരു മാസം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതാണ് ഓൾറെഡി ഇപ്പോൾ ഒരു 2 വീക്സ് ആയിട്ട് എനിക്ക് ഏകദേശം ഞാൻ മൈൻഡിൽ സെറ്റ് ചെയ്തു, ഇത് കയ്യിൽ നിന്ന് പോയി ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ കരുതണു ഇനി ഞാനായിട്ട് അങ്ങോട്ട് വിളിക്കണില്ല, അല്ലെങ്കിൽ ആൾക്ക് കോൺടാക്റ്റ് ചെയ്യണില്ല. കാരണം ഞാൻ ഒരുപാട് കോൺടാക്ട് ചെയ്തു. ഞാൻ ഫസ്റ്റ് തൊട്ടിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് 1 വീക്ക് തൊട്ട് ഞാൻ ആൾക്ക് മെസ്സേജ് അയക്കണത്, സാർ ജോലി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോഴൊക്കെ ആൾ റെസ്റ്റ് എടുക്കുന്ന സാർ പറഞ്ഞത് റെസ്റ്റ് എടുക്കുന്നതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ വീണ്ടും അൺഫോർച്ചുനേറ്റ്ലി ലാപ്ടോപ്പ് കേടായി. പിന്നെ അത് റെഡിയാക്കി കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആൾ ഇവിടെ ഇല്ല. സോ ഞാൻ കരുതുന്നു ഇനി സാറായിട്ട് ജോലി തരുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാണ്ട് ഞാനായിട്ട് ഇനി അങ്ങോട്ട് പോയിട്ട് ചോയ്സ് വാങ്ങില്ല എന്ന് കരുതണോ. അങ്ങനെ ഞാനിപ്പോൾ അത് വിചാരിച്ചിരിക്കുന്നത്. കാരണം ഇനി എന്ത് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കുക, അതേപോലെ മെസ്സേജ് അയക്കാൻ എനിക്ക് എന്തോ ഒരു കണക്കെടുപ്പിൽ തോന്നാം. സോ ഞാൻ ഈ അങ്ങോട്ട് ചെന്ന ആളോട് റിക്വസ്റ്റ് ചെയ്യണില്ല. എന്തെങ്കിലും വർക്ക് ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അത് മാത്രമല്ല മെയിൻ പ്രോബ്ലം, ഞാൻ ആളുടെ ബാങ്കിങ്ങും അക്കൗണ്ടിങ്ങും ഞാൻ ഹാൻഡിൽ ചെയ്യണത്. ലാപ്ടോപ്പ് ഇപ്പോൾ റെഡിയാക്കി കിട്ടിയതിന് ശേഷം ഭയങ്കര നല്ല സ്ലോ ആണ്. എനിക്ക് ഒന്നും സിസ്റ്റം ലോഡായി വരാൻ തന്നെ അത്യാവശ്യം നല്ല ടൈം എടുക്കും. എന്ന് ആലോചിച്ചിട്ടാണ്, അതായത് ഇനിയിപ്പോൾ വർക്ക് കിട്ടിയാലും എനിക്ക് പെട്ടെന്ന് തന്നെ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടും. പിന്നെ ഒരു 1 വീക്ക് 2 വീക്സിൻ്റെ ടൈമിൽ എനിക്കെല്ലാം കൂടിയിട്ട് ഞാൻ മെൻ്റലി എൻ്റെ കയ്യിൽ നിന്ന് പോയി. സോ ഇനി പോവുകയാണെങ്കിൽ പൊക്കോട്ടെ, കുഴപ്പമില്ല, ഞാനിനി ജോലി പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇരിക്കില്ല. വട്ടവർ ഇനി വീണ്ടും ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വീണ്ടും ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് മന്ത് ഞാൻ തിരിച്ച് ചേട്ടൻ്റെ വീട്ടിൽ പോകും. അവിടെ പോയി കഴിഞ്ഞാൽ ഉണ്ണികളും ഹാൻഡിൽ ചെയ്ത് ജോലിയും ചെയ്യാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സോ ആളായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് വിളിച്ച് ഓക്കെ കണ്ടിന്യൂ ചെയ്തോളാം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഇത് ഞാൻ അവിടെ വെച്ച് നിർത്താണ്. പിന്നെ ഇതിനെ പറ്റിയിട്ട് ജോലി പോയി ടെൻഷനാണ്, സ്ട്രെസ്സാണ്, അങ്ങനെ ഞാൻ പറഞ്ഞു തരില്ല. വിഷമമൊക്കെ ഉണ്ട്. കാരണം ഞാൻ മുൻപ് അങ്ങനെ ഫുള്ളി ഡിപ്പെൻഡ് എൻ്റെ അച്ഛനമ്മേനെയായിരുന്നു കല്യാണം കഴിഞ്ഞവരെ. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 ഇയർ ഫുള്ള് എൻ്റെ ഹസ്ബൻഡ് ഡിപ്പെൻഡ് ചെയ്ത് നിന്നിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1 ഇയർ ആയിട്ട് ഞാനിപ്പോൾ ജോബ് ചെയ്യണത്. സോ നമ്മളൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതും ഭയങ്കര ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എനിക്ക് എന്താ പറയുക, ഇൻഡിപെൻഡൻസിയുടെ ഒരു സുഖം പിടിച്ചു പോയി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. സോ വീണ്ടും ഒരാൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. വേറെ ജോലിയും കാര്യങ്ങളൊന്നും എന്തായാലും 5 ഇയേഴ്സിന് നോക്കാൻ പറ്റില്ല. എന്തുകൊണ്ടും നല്ലൊരു ജോലി തന്നെയായിരുന്നു, ആപ്റ്റായിട്ടുള്ള ജോലിയായിരുന്നു. കുറേ സാലറി അങ്ങനെയൊന്നുമല്ല, എന്നാലും എൻ്റെ കാര്യങ്ങളൊക്കെ മാക്സിമം നടന്നു പോയിരുന്നു. പിന്നെ ഞാൻ എന്ന് പറയുന്നത് ഒരു ലോ മെയിൻ്റെനൻസ് ഉള്ള ഒരാളാണ്. എനിക്കങ്ങനെ കുറേ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എൻ്റെ ഫസ്റ്റ് ജോബായിരുന്നു, അതുകൊണ്ടൊക്കെ തന്നെ ഇതൊരു സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഓക്കെ, പോവുകയാണെങ്കിലും ഇപ്പം ഞാൻ ഓൾറെഡി എന്താ പറയുക ഒരുപാട് വിഷമിച്ചും ടെൻഷൻ അടിച്ചിരുന്നു. ഇപ്പം ഞാൻ ഓക്കെയാണ്, അതായത് വാട്ടെവർ അതതിൻ്റെ രീതിയിലായിക്കോട്ടെ. ഇപ്പോൾ പോവുകയാണെങ്കിലും ഓക്കെ, കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യാം, പോവുകയാണെങ്കിൽ ഞാൻ വിഷമിക്കില്ല, ആ ഒരു സ്റ്റേജിലേക്ക് എത്തി. സോ ഞാൻ അതായത് എൻ്റെ മനസ്സിലിപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതാണ് ഞാൻ ഷെയർ ചെയ്തത്. എനിക്ക് ഒരു കമൻറ്റ് വന്നിരുന്നു, അതായത് നൈറ്റ് റുട്ടീൻ ചെയ്യുമോ എന്നുള്ളത് ഉണ്ണികളായിട്ട്. ഞാൻ മിക്കതും എല്ലാ കമൻറ്റിനും റിപ്ലൈ ചെയ്യുന്ന ഒരാളാണ്, എല്ലാ കമൻറ്റും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്.
ഒരുവിധം ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ റെക്കമെൻഡേഷനൊക്കെ വരുമ്പോൾ ഞാൻ എന്തായാലും ചെയ്യാറുണ്ട്. പക്ഷേ നൈറ്റ് റുട്ടീൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വേറെ ഒന്നുമില്ല, എൻ്റെ മിക്ക ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളും നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോർണിംഗ് തൊട്ടിട്ട് ഒരു ഈവനിങ് അല്ലെങ്കിൽ സന്ധ്യ ടൈം ആ ഒരു ടൈം വരെ ഞാൻ എടുക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാറില്ല. നൈറ്റ് ഫുള്ള് ഞാൻ റെസ്റ്റ് എടുക്കുക തന്നെയാണ് ചെയ്യാറ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എഡിറ്റിംഗ് ഉണ്ടായിരിക്കും, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. എല്ലാവരുടെ ടൈം അങ്ങനെയൊന്നും ചെയ്യാറുന്നില്ല. നൈറ്റാണ് മിക്കതും ഞാൻ എൻ്റെതായ കിടന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഒരു മാക്സിമം റെസ്റ്റ് എടുക്കുന്ന ടൈമാണല്ലോ. നൈറ്റ് റുട്ടീൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു റുട്ടീനും ഇല്ല. രണ്ടുണ്ണികളും സുഖമായിട്ട് പാൽ കുടിക്കുക, ഉറങ്ങുക, പിന്നെ ഡൈപ്പർ ചേഞ്ച് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാവും നമുക്കിങ്ങനെ എല്ലോണ്ടല്ലോ കാണിക്കാനൊന്നും. അപ്പോൾ അങ്ങനത്തെയൊക്കെയാണ് നൈറ്റ് റുട്ടീൻ വേണ്ടത്. പിന്നെ അവർക്ക് മരുന്ന് കൊടുക്കുക. പക്ഷേ ഇത് ഞാൻ 3 months കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എന്തായാലും എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കുറച്ച് നൈറ്റ് റുട്ടീൻ കാര്യങ്ങൾ എടുക്കാം. പിന്നെ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും നൈറ്റ് റുട്ടീൻ എന്ന് വെച്ചാൽ എനിക്കും പ്രത്യേകിച്ച് ഒരു നൈറ്റ് റുട്ടീനും ഇല്ല. നന്നായിട്ട് മരുന്ന് കഴിക്കുക, ഉറങ്ങുക, അതിന് എൻ്റെ നൈറ്റ് റുട്ടീൻ വരുന്നത്. സോ അങ്ങനെ നൈറ്റ് റുട്ടീനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ആ ഒരു വീഡിയോ ഞാൻ പിന്നെ ആ പരിസരത്തേക്ക് ഞാൻ എടുക്കാൻ പോകാനത്. അതങ്ങനെ പിന്നെ ഹോം ടൂർ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറ്റാച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഹോം ടൂർ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഇത് എൻ്റെ അമ്മയുടെ വീടാണ്, ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടല്ല, എൻ്റെ അമ്മേൻ്റെ വീടാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ അങ്ങനെ കാണിക്കണമെന്നില്ല, എന്നാലും ഞാൻ മാക്സിമം ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ വീടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. പിന്നെ ഇങ്ങനെ ഓൺ വോയിസ് വീഡിയോ ചെയ്യൽ കുറവാണ്, കാരണം എനിക്ക് നല്ല മടിയാണ്. ഞാൻ വല്ലപ്പോഴൊക്കെ പറ്റി ചെയ്യാറുണ്ട്, എന്നാലും മടിയാണ്. മാക്സിമം ഞാൻ എന്താ പറയുക വോയിസ് ഓവർ ചെയ്യാനാണ് ശ്രമിക്കാറ്. ഓൺ വോയിസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാണ് ഇഷ്ടം. എനിക്കിങ്ങനെ വേറെ ഒരാളെ കൂടി ഇരുന്ന് ഓൺ വോയിസ് ചെയ്യാൻ എനിക്ക് തീരെ കംഫർട്ടില്ല, ഭയങ്കര ഒരു ഇതാണ്. സോ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് എൻ്റെ മനസ്സിലുള്ളതൊക്കെ പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് വേറൊരാളായിട്ട് ഒന്ന് ഓൺ വോയിസ് ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എനിക്ക് പിന്നെ അതുപോലെ തന്നെ ആമിക്ക് റാഷസ് വന്നെന്ന് പറഞ്ഞപ്പോൾ റാഷസ് മാറി ടിപ്സ് ചോദിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ആമിക്ക് റാഷസ് കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രീമും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഡൈപ്പർ ഇട്ടിട്ടാണ് റാഷസ് വന്നത്. കൊച്ചുവിന് അങ്ങനെ ഇല്ല, ആമിക്ക് മാത്രമാണ് വന്നിരുന്നത്. അപ്പോൾ അവൾക്ക് ചെയ്തിരുന്നത് നമ്മൾ ഡൈപ്പർ കംപ്ലീറ്റ്ലി മാറ്റി കോട്ടൻ്റെ ക്ലോത്ത്സ് ഇല്ലേ, നമ്മൾ മുണ്ട് കീറിയിട്ടുണ്ടാക്കില്ലേ, അത് തന്നെയാണ് ഡേയും നൈറ്റും യൂസ് ചെയ്തിരുന്നത്. അതടുപ്പിച്ച് യൂസ് ചെയ്തപ്പോൾ തന്നെ ഓക്കെ ആയിരുന്നു. നമ്മൾക്ക് അതിനകത്ത് നനയുമ്പോൾ മാറ്റുമല്ലോ. പിന്നെ പൗഡർ ഇട്ട് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ടൈം അവളെ കമത്തി എടുത്തിട്ട്, അതായത് ക്ലോത്തൊന്നും ഇല്ലാണ്ട് നമ്മൾ കെടുത്തിരുന്നു, ബാക്ക് തിരിച്ചിട്ട് കെടുത്തിരുന്നു. സോ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ആമിക്കിപ്പോൾ റാഷസ് കുറവായിട്ടുണ്ട്. ആമിക്ക് നന്നായി റാഷസ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ടിപ്സും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. അമ്മ എന്താണോ പറയണേ അതാണ് ഞാൻ ചെയ്യണത്. അല്ലാണ്ട് എനിക്ക് റാഷസ് മുന്നേ അങ്ങനെ എനിക്ക് പരിചയമൊന്നുമില്ല. ഉണ്ണിക്ക് നല്ല റാഷസ് ഒന്നും ഇല്ലായിരുന്നു, കംപ്ലീറ്റ്ലി ഫൈനായിരുന്നു. കൊച്ചുവിനും ഇല്ല. ആമിയുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റാണ്, അതുകൊണ്ടാണ് ആമിക്ക് റാഷസ് വന്നത്. 2 പേർക്കും ഇല്ലായിരുന്നു. സോ ഇത് എനിക്കും ഒരു കംപ്ലീറ്റ്ലി ന്യൂ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്നോട് മാറിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അതിന് ടിപ്സ് പറഞ്ഞു തരാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ടിപ്സും കാര്യങ്ങളൊന്നും ചെയ്യണ ഒരു അമ്മയില്ല. സോ അങ്ങനെയായിരുന്നു ആമിക്ക് റാഷസ് ഇപ്പോൾ കറൻ്റ്ലി കുറഞ്ഞ് നിൽക്കുന്നത്. കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല, എന്നാലും ഞാൻ അതുപോലെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നു. അതായത് ഈ ഒരു പ്രഗ്നൻസിനെ പറ്റി പറയൽ മാത്രമല്ല എൻ്റെ നീച്ചെ, എൻ്റെ ആ ഒരു മാത്രമല്ല കണ്ടൻറ്റ്, അത് മാത്രമല്ല എൻ്റെ കണ്ടൻറ്റ് ഞാൻ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിരിക്കും. പ്രഗ്നൻസി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ പിടിക്കും, വേറെ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷേ അത് ടോട്ടലി ഫ്ലോപ്പാണ്. അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല. അങ്ങനെ ഒരു ഞാൻ വിചാരിച്ച പോലത്തെ എൻ്റെ മനസ്സിലെ വൈബ് അങ്ങനെ പുറത്തേക്ക് വരുന്നില്ല. ടോട്ടലി ഇപ്പോൾ ഒരു തള്ള വൈബായിരിക്കണം എന്നർത്ഥം. വേറെ ഒന്നും എനിക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജാണ്. അങ്ങനെയൊന്നും എനിക്കിപ്പോൾ പറ്റണില്ല. എനിക്കതൊക്കെ അങ്ങനെ ഓരോ വീഡിയോസ് കാണുമ്പോൾ ആസ്വദിക്കുമ്പോൾ ഓക്കെ അങ്ങനെ അടുത്തത് ചെയ്യാം, അടുത്തത് നല്ല കണ്ടൻ്റ് ആണല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്നെക്കൊണ്ട് അത് പറ്റണില്ല, എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന അവസ്ഥയാണ്. സോ എനിക്കറിയില്ല ഇനി എന്നാണ് അങ്ങനത്തെ ഒരു ഇത് തിരിച്ച് എനിക്ക് വരാമെന്നുള്ളതും എനിക്കറിയില്ല. ഇപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ കരുതി എന്നുവെച്ചാൽ ശരി, ഇപ്പോൾ ഫാമിലി വ്ളോഗ്സും ഡെയിലി വ്ളോഗ്സും സീരീസൊക്കെ ആയിട്ട് പോവാന്നുള്ളത്. പിന്നെ ഞാൻ ഡെയിലി വ്ളോഗ്സ് എടുക്കുന്നുണ്ട്, അത് വേറൊരു കാര്യമാണ്. ഇപ്പോൾ ഓൺ വോയിസ് അല്ലെങ്കിൽ പോലും ഞാൻ ഡെയിലി വ്ളോഗ്സ് എടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് കൊണ്ടൊക്കെ എനിക്ക് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ഞാൻ ഡെയിലി വ്ളോഗ്സൊക്കെ എടുക്കുന്നുണ്ട്. പറ്റാന്ന് വെച്ചാൽ 1-2 ഞാൻ വീഡിയോസ് ഇടും, മാക്സിമം 2 ദിവസം. അതിനപ്പുറം ഞാൻ വീഡിയോസ് മുടക്കാണ്ട് ഞാൻ ഇട്ടിരിക്കും. ഡെയിലി വ്ളോഗ്സൊക്കെ ഞാൻ ഒരുപാട് പെൻഡിങ് എടുക്കുന്നുണ്ട് ഇടാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നവർക്ക് ഞാനൊരു അഡ്വൈസ് തരാം. അതായത് ഡോക്ടേഴ്സ് നമുക്ക് തന്നെ കാൽസ്യത്തിൻ്റെ മരുന്നില്ലേ, നിർബന്ധമായിട്ട് കഴിച്ചോളൂ. മാക്സിമം ഇപ്പോൾ 6 മാസം കഴിക്കാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും നല്ലതാണ്. ഞാൻ പറയണത് വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ഫസ്റ്റ് ഡെലിവറി നോർമൽ ഡെലിവറി ആയിരുന്നു. ഒരു
എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ തൊട്ട് എനിക്ക് കാൽസ്യത്തിൻ്റെ മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം അത്യാവശ്യം വലിയ ടാബ്ലറ്റ്സ് ആണല്ലോ വരാം. എനിക്കത് കഴിക്കുമ്പോൾ ഭയങ്കര ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ മാക്സിമം എത്രയും ചെറുതാക്കാൻ പറ്റുന്നു അത്രയും ചെറുതാക്കിയിട്ട് ഞാൻ കുറേ നേരം എടുത്തിട്ട് ഞാൻ കാൽസ്യം ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. ആഫ്റ്റർ ഡെലിവറി ഞാൻ കാൽസ്യം ടാബ്ലറ്റ് ഞാൻ കഴിച്ചില്ല ഫസ്റ്റ് ഡെലിവറിയിൽ. അപ്പോൾ എനിക്ക് ഉണ്ണികൾക്ക് പാലൊക്കെ കൊടുക്കില്ല. പാലൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് പല്ലൊക്കെ ഭയങ്കര പുളിപ്പ് തോന്നുന്നു പല്ലിനൊക്കെ. അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാ പിന്നെ 2 ആണ്, അതായത് 3 പല്ല് ഇങ്ങനെ ആയിരിക്കണം. യെസ്, കണ്ടോ? അതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഞാൻ എല്ലാ വീഡിയോസിലും രാവിലെ ഞാൻ ഇങ്ങനെ കാണിക്കില്ല. അതെൻ്റെ പല്ലാണ്. എനിക്ക് ഭയങ്കര എന്തോ പോലെ ഇരിക്കണം. ഞാൻ എൻ്റെ മുൻപത്തെ ഫോട്ടോസിലൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ നന്നായി പല്ല് കട്ടി ചിരിച്ചിരിക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടിരിക്കുന്ന ഫോട്ടോസിലൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചിരിക്കുള്ളൂ. എൻ്റെ ആ ഒരു കോൺഫിഡൻസ് പോയി. ഞാൻ പണ്ടൊക്കെ വായർന്നു ഹഹ എന്നൊക്കെ മനസ്സിരിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പം ഞാൻ എന്നൊക്കെ ചിരിക്കുന്ന ഒരാളായി മാറി. കാരണം എൻ്റെ പല്ല് എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഇങ്ങനെയാണ് നിൽക്കുന്നത് ഫ്രണ്ടിലത്തെ 3 പല്ല്. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ മാക്സിമം ശ്രദ്ധിച്ചത് കാൽസ്യത്തിൻ്റെ മരുന്ന് കഴിക്കാനാണ്. പക്ഷേ ആദ്യം എനിക്ക് ഉണ്ണിക്ക് പാലെടുക്കുമ്പോൾ ഈ ഫ്രണ്ടിലത്തെ പല്ല് മാത്രമായിരുന്നു പുളിച്ചിരുന്നത്. ഇപ്പോൾ ഇവർക്ക് 2 പേർക്കും പാലെടുക്കുമ്പോൾ എൻ്റെ ഈ 32 പല്ലും എന്താ പറയുക, ഇങ്ങനെ കൂച്ച് പിടിക്കണ പോലെ തോന്നിക്കൊണ്ടിരിക്കുക. സോ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇനിയിപ്പോൾ കാൽസ്യം മരുന്ന് കഴിച്ചിട്ടും എൻ്റെ പല്ലുകളൊക്കെ ഇളകണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇളകണ പോലെയല്ല, എന്നാലും ബലം കുറവ് പോലെ തോന്നുന്നുണ്ട്. ഇങ്ങനെ കടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കടിച്ചിടില്ലേ, ഇങ്ങനെ കടിച്ചു പിടിക്കുമ്പോഴൊക്കെ എനിക്ക് ഒരു സ്ട്രെങ്ത്ത് തോന്നില്ല, ഭയങ്കര പഞ്ഞി പോലെ തോന്നാം. പക്ഷെ എന്നാ ഒന്ന് കാണിച്ചിട്ടാ, കണ്ടോ? 1 2 3. സോ നമ്മൾ മാക്സിമം കാൽസ്യം മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ നന്നായി കഴിച്ചോളൂ, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു അവസ്ഥയാവും. എൻ്റെ പല്ല് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നല്ല വല്ലായിരുന്നു. പക്ഷേ പോയി. ഞാൻ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പല്ല് കെട്ടിക്കണമെന്ന് വെച്ചിട്ടുണ്ട്. കാരണം തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ബോഡി ഇപ്പോൾ കറൻ്റ് നോക്കുമ്പോൾ എനിക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥ. എനിക്ക് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല. എനിക്ക് വീഡിയോസ് ഇങ്ങനെ ഇത്രയും സൂമായിട്ടിരിക്കാൻ തോന്നുന്നില്ല. എനിക്ക് ബാക്കിലോട്ട് ഇരുന്നിട്ട് വീഡിയോസ് എടുക്കാൻ തോന്നുന്നില്ല. എനിക്ക് ഫ്രണ്ട് ക്യാമറയിൽ മാത്രം ഫോട്ടോ എടുക്കാൻ തോന്നുന്നില്ല, ബാക്ക് ക്യാമറയിലേക്ക് പോകാനേ തോന്നില്ല. കാരണം എൻ്റെ ബോഡി അത്രമാത്രം വെയിറ്റ് വെച്ചിരിക്കണോ. അതുപോലെ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട് കഴുത്തിൽ. കണ്ടോ? കഴുത്തിലൊക്കെ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. മൊത്തത്തിൽ ആകെ ഞാനൊരു ബൾജ് ചെയ്തൊരു രൂപമായിരിക്കണോ. അതിൻ്റെ കൂടെ പല്ലും ഇങ്ങനെയായിരിക്കണോ. ഇനി കുറച്ച് ഞാൻ മുടി കൊഴിച്ചിലും കൂടി വരും. അതോടെ എൻ്റെ രൂപം ഒരുമാതിരി രൂപമായിരിക്കും. സോ ഞാൻ ഒട്ടും എനിക്ക് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സംഭവം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇല്ല. ഭയങ്കര ഒരു അപകർഷതാബോധം ആണ്. കാണാനും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. സോ മൊത്തത്തിലും അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് തീരെ കംഫർട്ടില്ല. അകലെ വീഡിയോ വെച്ചെടുക്കാനൊന്നും എനിക്ക് തീരെ കംഫർട്ടില്ല. വേറെ ആൾക്ക് പാസ് ചെയ്തിട്ട് വീഡിയോ എടുക്കാനും എനിക്ക് കംഫർട്ടില്ല. എനിക്കിതേ ഇങ്ങനെ വന്നിരുന്നത് ഇത്രയും സൂമായിട്ടിരുന്ന് സംസാരിക്കാൻ ഇഷ്ടം. അപ്പോൾ എന്നെ അധികം അങ്ങനെ ഈ ഒരു എന്താ പറയുക വൃത്തികേട് മനസ്സിലാവില്ലല്ലോ അത്. അതുപോലെ ഞാൻ വിചാരിക്കേണ്ടത് ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കേണ്ട ടൈമില്ല, അതൊക്കെ റെസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ചേട്ടൻ്റെ വീട്ടിലേക്ക് ഞാനിപ്പോൾ 90 മുൻപ് പോകും. അതായത് അടുത്ത മാസം ഓഗസ്റ്റ് ഒരു ഹാഫ് ആകുമ്പോഴേക്ക് ഞാൻ തിരിച്ച് പോയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് 90 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ ടൈമിൽ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ഞാനൊരു 85 കിലോ ഞാൻ വെച്ചിരുന്നു. അത് കഴിഞ്ഞ് വേഗം ഉണ്ണിക്കൊരു 9 മാസമൊക്കെ ആകുമ്പോൾ ഞാൻ 68 അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഒരു 85 എത്തി. ഇപ്പോൾ കറൻ്റ് എനിക്ക് എത്ര ഉണ്ടെന്ന് അറിയില്ല. പ്രോബബ്ലി ഒരു 75 എങ്കിലും ഉണ്ടായിരിക്കണം. ഡെലിവറിയുടെ ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞ് നീരും കാര്യങ്ങളൊക്കെ പോയി 75 എങ്കിലും ഉണ്ടായിരുന്നു കരുതണോ. എന്തായാലും ഞാൻ കുറച്ചിരിക്കും, നന്നായി കുറച്ചിരിക്കും. കാരണം ഈ ഒരു ബോഡി കൊണ്ട് ഞാൻ ഒട്ടും കോൺഫിഡൻസ് ഇല്ല. എനിക്ക് ആരും ഫേസ് ചെയ്യാൻ തോന്നുന്നില്ല. എനിക്കിപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെന്നെ മതി, വേറെ ആൾക്കാരൊന്നും വേണ്ട, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. പുറത്തേക്ക് ഇറങ്ങേണ്ട ഞാൻ മാസ്ക് വയ്ക്കും. പിന്നെ മുൻപ് തന്നെ പരിചയം ഉണ്ടായിരുന്ന ആൾക്കാരെ കാണുന്നതാണ് എനിക്കിപ്പോൾ ഏറ്റവും വലിയ ഒരു പേടിയെന്ന് പറയില്ല. ആ ഒരു പേടി, നൈറ്റ് മെയർ ആണ് മുൻപ് തന്നെ അറിയുന്നവർക്ക് മുന്നിൽ പോയി പെടാമെന്ന് പറയണത്. കാരണം എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നേക്ക് പോകാമെന്ന് പറയുന്നത് തീരെ കോൺഫിഡൻസ് ഇല്ല. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഒന്നാമത് എൻ്റെ ഫ്രണ്ട്സ് ആരും കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് എനിക്ക് മാത്രം 3 കുട്ടികൾ. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് എന്തോ ഒരിത്. പക്ഷേ ഏറ്റവും വലിയൊരു
ഒരു കാര്യം ചിന്തിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡെലിവറി പ്രഗ്നൻസി അതൊക്കെ പറയുന്നത് നമ്മുടെ ഗേൾസിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു പോയിൻ്റാണ്. സോ ഞാനത് കടന്നു കഴിഞ്ഞു. എനിക്ക് ഇതിനെ പറ്റി പേടിക്കണ്ട. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, 2 എണ്ണം അതെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു സമാധാനമാണ്. ഇനി അവർക്കൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി വരാൻ ആവണമല്ലോ. അപ്പോൾ അത് അവർക്കൊരു അവരുടെ മൈൻഡിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ. എനിക്കാണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് കിട്ടി. എനിക്കിനി ബാക്കി കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി, ഇനി എന്ത് ചെയ്യണം അടുത്തെന്നുള്ളത് ചിന്തിച്ചാൽ മതി. അങ്ങനത്തെ കുറച്ച് സമാധാനം മാത്രമാണ് ഇപ്പോൾ ബാക്കി ജീവിതത്തിൽ ആകെയുള്ളൊരു ഹോപ്പ്. ഇനി അതേപ്പറ്റി ചിന്തിക്കേണ്ടല്ലോ എന്നുള്ളതാണ് അവസാനത്തെ ഹോപ്പ്. പിന്നെ ചിന്തിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു 5 ഇയർ എടുക്കും ഉണ്ണികളൊക്കെ ഒന്ന് സെറ്റായി വരാൻ. ആ ഒരു സ്കൂളിലൊക്കെ പോയി സ്റ്റാർട്ട് ചെയ്താലേ എനിക്കിനി പുതിയതായിട്ട് ജോലിക്ക് എന്തെങ്കിലുമൊക്കെ പോകാൻ പറ്റുള്ളൂ. സോ എൻ്റെ ലൈഫിൽ ഇനി 5 ഇയേഴ്സ് ഉണ്ട്. എനിക്ക് മിക്ക ആൾക്കാർക്കും അങ്ങനെ ഒരു ചാൻസ് ഇല്ല എന്ന് തോന്നുന്നു. എനിക്ക് 5 ഇയേഴ്സ് ഉണ്ട് എന്തായാലും സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട്. സോ ആ 5 ഇയേഴ്സ് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് എന്നെ തന്നെ തിരിച്ചു പിടിക്കാമെന്ന് ഞാൻ കരുതുന്നുണ്ട് എല്ലാ കാര്യത്തിലും. ഈവൻ ഇഫ് ബോഡി ആയാലും മൈൻഡ് സെറ്റ് ആയാലും എല്ലാം. അതും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്, എല്ലാം കയ്യിൽ നിന്ന് പോയിരിക്കുന്ന അവസ്ഥയാണ്. ഈ പറയണ ഞാനല്ല എനിക്ക് ഇത്രയും ധൈര്യം കൂടി എൻ്റെ റിയൽ ലൈഫിൽ ഇപ്പം എനിക്കില്ല. എനിക്ക് എന്താ ഒരാളോടും കംഫർട്ട്നെസ് തോന്നുന്നില്ല, ഒരാളോടും കംഫർട്ട്നെസ് തോന്നുന്നില്ല. എനിക്ക് എൻ്റെ ഉണ്ണിനോട്, അതായത് എൻ്റെ മോനോട് മാത്രം എനിക്കിപ്പോൾ അവൻ്റെ അടുത്ത് മാത്രം എനിക്കിപ്പോൾ ഞാനായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഈവൻ ഇഫ് ഇങ്ങനത്തെ ഇത്രയും ബോഡി ഉണ്ടെങ്കിൽ പോലും എനിക്ക് അവൻ്റെ അടുത്ത് എൻ്റെ പണ്ടത്തെ പോലെ ഇരിക്കാൻ, അതായത് ചിരിച്ച് കളിച്ച് പണ്ടത്തെക്കാട്ടും നന്നായിട്ടിരിക്കാൻ എനിക്ക് അവൻ്റെ അടുത്ത് മാത്രമേ പറ്റുള്ളൂ. വേറൊരാളുടെ അടുത്തും എനിക്ക് ആ ഒരു കംഫർട്ട്നെസ് തോന്നണില്ല, അവൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. സോ അതൊക്കെ തിരിച്ച് പിടിക്കണം, പണ്ടത്തെ ഞാനായി വരണം, എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. സോ 5 ഇയേഴ്സ് ഉണ്ട്. ഈവൻ ഇഫ് കരിയറിൻ്റെ കാര്യത്തിലായാലും ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യത്തിലായാലും ശരീരത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലും എനിക്ക് തിരിച്ചു പിടിക്കാൻ 5 ഇയേഴ്സ് ഉണ്ട്. സോ തിരക്ക് പിടിച്ച് എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും ഇപ്പോൾ സ്ട്രഗ്ലിങ് പീരീഡ് ആണ്. എനിക്കും ഇവരവണക്കാട്ട് മുൻപും വരെ എനിക്കും അങ്ങനത്തെ ഒരു സ്ട്രഗ്ലിങ് പീരീഡ് തന്നെയായിരുന്നു. ഈ ഒരു 24-25 ഏജ് ഗ്യാപ്പിലുള്ള എല്ലാവർക്കും, ബോയ്സിനായാലും ഗേൾസിനായാലും മിക്കവർക്കും ഈ ഒരു സ്ട്രഗ്ലിങ് പീരീഡ് തന്നെയാണത്. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് എത്തിച്ചേരാൻ, കരിയർ സെറ്റാക്കുക, അങ്ങനെയൊക്കെ ഇതിൽ. പക്ഷേ എനിക്ക് അതാലോചിക്കുമ്പോൾ നല്ല റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. കാരണം എനിക്കൊരു 5 ഇയേഴ്സും കൂടി ഉണ്ടല്ലോ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കാൻ അല്ലെങ്കിൽ എത്തിച്ചേരാൻ എനിക്ക് 5 ഇയേഴ്സും കൂടി ഉണ്ടല്ലോ എന്ന് ഞാൻ കരുതുന്നുണ്ട്. എന്താ അവസ്ഥ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് സെറ്റിൽ ചെയ്യാനുണ്ട്, അച്ചീവ് ചെയ്യാനുണ്ട്. അതൊക്കെ ഞാൻ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യാൻ ആഗ്രഹിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം തന്നെയാണ്. സോ ഞാനിപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ചെയ്ത് ഞാൻ ഇരിക്കണോ അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് മന്ത് തൊട്ടിട്ട് ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എത്രമാത്രം വീഡിയോസ് എടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ആരും സപ്പോർട്ടില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ നിർബന്ധപ്രകാരം എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ, അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ്. അല്ലാണ്ട് ആരും ഇങ്ങനെ പറയില്ല, നീ എന്തിനെങ്ങനെ വെറുതെ കിടക്കണം, നിനക്ക് എന്തെങ്കിലും എൻഗേജ് ആയിരിക്കുന്നൂടെ, അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ല. സോ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ തന്നെ എന്നെ കൊണ്ടിരുത്തി ഞാൻ തന്നെ വീഡിയോ ചെയ്യണതാണ് എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനുള്ള സ്ഥിതിക്ക് എത്രമാത്രം എനിക്ക് മുന്നോട്ട് പോകുന്നു എനിക്ക് അറിഞ്ഞൂടാ. കാരണം എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആരുടെയെങ്കിലും മുഖത്ത് സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു ചേഞ്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ തളർന്നു പോയി, ഞാൻ പിന്നെ ഒന്നിനും നിൽക്കില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. മാക്സിമം ഞാൻ അതിൽ നിന്ന് മാറി വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് ആൾക്കാരെങ്ങനെ ഞാൻ വാച്ച് ചെയ്യും, നന്നായി ഞാൻ വാച്ച് ചെയ്യും എല്ലാവരും. അപ്പോൾ അവരുടെ മുഖത്ത് ഭാവങ്ങൾ മാറി വരുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും. എനിക്ക് പിന്നെ ഒരു കോൺഫിഡൻസും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇല്ല. പിന്നെ എന്നാലും ഞാൻ ഇങ്ങനെ എടുക്കണം, അവരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, എങ്ങനെയാലും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് വലിയ സ്ട്രോങ് ആയിട്ട് പോയി നിൽക്കും. പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്ത് വരുമ്പോൾ അവരുടെ ഫേസ് കാണുമ്പോൾ എന്തിനാ എടുക്കണമെന്ന് തോന്നും. അതിലും വേറെ ഞാൻ ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും സംസാരിക്കണമെന്ന് തോന്നും. കാരണം എൻ്റെ വീട്ടിലിപ്പോൾ സപ്പോർട്ടിൻ്റെ ആൾ എൻ്റെ അമ്മ മാത്രമാണ്. പിന്നെ എൻ്റെ ബ്രദറിന് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അവനെ ഒന്നിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യണില്ല. അവൻ്റെ തലവട്ടം പോലും ഞാൻ കാണിക്കണില്ല. കാണിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറയും. സോ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് ഞാൻ പോകാറില്ല. പിന്നെ ഉണ്ണികൾ അവർക്ക് പിന്നെ പറയേണ്ട പ്രായമായിട്ടില്ലല്ലോ. പക്ഷെ നമ്മൾ തിരിച്ച് ഹസ്ബൻഡ് വീട്ടിൽ പോകുമ്പോൾ അങ്ങനെയല്ല, അവിടെ നമ്മളെക്കാട്ടും മുതിർന്ന ആൾക്കാരൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കെയർഫുൾ ആയിരിക്കണം. പിന്നെ ഞാനിപ്പോൾ എടുക്കുന്നത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫും അങ്ങനത്തെ ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളല്ലേ. സോ ഒബ്വിയസ്ലി അവരും കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ഞാനിപ്പോൾ 1 man show കളിച്ചിട്ട് യാതൊരു കാര്യമില്ലല്ലോ. സോ ഞാനത് ആലോചിക്കണം നെക്സ്റ്റ് മന്ത് തൊട്ട് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത്. നമുക്ക് കൂടുതൽ കണ്ടൻസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യമില്ല. കാരണം ഉണ്ണികളുടെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് നല്ല അടി കിട്ടും. അപ്പോൾ അത് പറ്റുന്ന കാര്യമാണ്. സോ ഞാൻ ഡെയിലി വ്ളോഗ്സ് തന്നെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത്. ഇവർക്കൊരു 1-2 വർഷം ആവണ വരെ ഞാൻ ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളും ഡെയിലി വ്ളോഗ്സും ഡേ ഇൻ മൈ ലൈഫും ഈ കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ തന്നെയാണ് ചെയ്യാൻ പോണത്.
എൻ്റെ കുറച്ച് ഫാമിലി വിശേഷങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുക. എനിക്ക് ചാലഞ്ചസ് കണ്ടിട്ടൊക്കെ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ കുട്ടി നല്ല ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കൂടെ ചെയ്യാൻ ആരുമില്ല, അതാണ് സത്യം. സോ അതവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഉണ്ണികളൊക്കെ വലുതായിട്ട് അവരെ കൊടുക്കുക ചെയ്യാമെന്ന് കരുതുന്നു. ഇപ്പോൾ ഞാൻ ഈ ഒരു കണ്ടിലാണ് പോകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് നെക്സ്റ്റ് മന്ത് തൊട്ട് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതാണ് ഇപ്പോൾ എൻ്റെ ചിന്ത. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ നെക്സ്റ്റ് മന്ത് തൊട്ട് ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഡെയിലി വ്ളോഗ്സ് എടുക്കും, ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യും. പിന്നെ ഞാനത് അവിടെ കിടന്നിട്ട് ഞാനിങ്ങനെ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നൊന്നും പറയില്ലല്ലോ. മിക്കതും വോയിസ് ഓവർ തന്നെയായിരിക്കും ചെയ്യേണ്ടാവുക വീഡിയോസ് എടുത്തിട്ട്. അപ്പോൾ അവർക്കാർക്കും ബുദ്ധിമുട്ടാവില്ല എന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഡെയിലി ഇങ്ങനെ വീഡിയോസ് എടുക്കലൊന്നും നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഈ എഡിറ്റ് ചെയ്യാൻ ടൈം ഉണ്ടല്ലോ, അത് നമുക്ക് നല്ലൊരു ടൈം തന്നെ വേണം. മാക്സിമം ഒരു 2 hour നമുക്ക് വേണം ഒരു വീഡിയോ എഡിറ്റ് ആയിട്ട് വരാൻ. ഒരു 10 minute വീഡിയോ എഡിറ്റ് ആയിട്ട് വരാൻ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു 2 hour വേണം. സോ അത് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് പ്രധാനം, എനിക്ക് എൻ്റേതായ സമയം വേണം. അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എവിടെയായാലും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എൻ്റേതായ കുറച്ച് ടൈം വേണം എന്നുള്ളത്. വേറൊന്നുമല്ല, അങ്ങനെ വെറുതെ കിടന്നിട്ട് ഫോൺ നോക്കാം, അതൊക്കെയാണ് ഞാൻ എൻ്റേതായ ടൈം ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് വേറൊന്നുമില്ല. സോ അതിന് വേണ്ടി ഞാൻ മാക്സിമം ടൈം കണ്ടെത്താറുണ്ട്. ഉണ്ണിയായിരുന്ന ടൈമിലൊക്കെ അതനുസരിച്ച് അവനൊരു 9 മണി 9:30 ഉറങ്ങും. അപ്പോൾ അവൻ ഉറങ്ങിക്കഴിഞ്ഞ് ഞാനും ഉറങ്ങും. അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു 12 മണി വരെയൊക്കെ ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അതാണ് ഞാൻ എൻ്റെ ഒരു മീ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. അമ്മ വിളിക്കുന്നുണ്ട്, കാരണം നമ്മൾ ഇപ്പോൾ ഉലുവ ലേഹ്യം ഉണ്ടാക്കണമല്ലോ. സോ അതിൻ്റെ ബാക്കി എടുക്കാൻ വേണ്ടി അമ്മ വിളിക്കും. അപ്പോൾ ഉലുവ 2-3 വിസിലടിച്ചിട്ട് ചെറുതായി ഒന്ന് വെവിച്ചു നാളെ പാലിട്ടിട്ട്. കാരണം അധികം വെവിച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു കഴിഞ്ഞാൽ കയ്പ്പായിരിക്കും. വെവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് ശർക്കര ഉരുക്കി ഒഴിക്കുകയാണ് ചെയ്യണത്. അത് കഴിഞ്ഞ് ശർക്കര നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ 1-ാം പാലും കൂടി ഒഴിച്ച് നന്നായി ഇളക്കി കുറുക്കിയെടുക്കുകയാണ് ചെയ്യണത്. കുറുക്കിയെടുക്കല്ല, വരട്ടിയെടുക്കുകയാണ് ചെയ്യണത്. എനിക്കറിയായിരുന്നു ഉലുവ നല്ല കയ്പുള്ള സംഭവമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കഴിച്ചു നോക്കാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കഴിച്ചു വന്നപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കഴിച്ചുകൊണ്ട് പോകും. നമ്മളത് പതുക്കെ നന്നായി ചവച്ചരയ്ക്കാൻ നിൽക്കുകയാണെങ്കിൽ നല്ല ഒരു കയ്പ്രസം, നല്ല ചവർപ്പുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. മറ്റു മരുന്നുകൾ പോലെയല്ല, ഇത് വേഗം തന്നെ കഴിച്ച് തീർക്കണം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കഴിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ ഇത് ഉണ്ണി വേണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവന് കൊടുത്തില്ല കേട്ടോ, കാരണം തണ്ടൽ ഉറക്കിയുള്ള സംഭവമായതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതെല്ലാവർക്കും ബൈ.